ആലപ്പുഴ അമ്പലപ്പുഴയിൽ മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് അമ്മ മരിച്ചു എന്ന വാർത്ത. കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ ആയിരുന്നു മരണം. മകൻ ജോൺസനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അമ്പലപ്പുഴയിലെ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അശ്വിൻ? എന്തായാലും ഈ സാംസ്കാരിക കേരളത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഒരു അമ്മയെ തല്ലിക്കൊല്ലാനൊക്കെ ഒരു മകന് കഴിയുക എന്ന് വരുന്നിടത്ത് മലയാളി എവിടെയാണ് പോയി നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നു. തീർച്ചയായും നാണക്കേടും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെ ഈ ജോൺസൺ വീട്ടിലേക്ക് കയറി വരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ടാണ് കയറി വരുന്നത്. അമ്മയുമായി ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീട് അമ്മയെ വലിയ തോതിൽ മർദ്ദിച്ച് അവശയാക്കി. അങ്ങനെയാണ് ഈ അമ്മ ആനി ആശുപത്രിയിൽ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയത്. ഈ അമ്മ ആനിയെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ അച്ഛൻ ജോയിയെയും മകൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പക്ഷേ അച്ഛൻ അത്ര വലിയ തോതിലുള്ള പരിക്കേറ്റില്ല. ഇവര് രണ്ടുപേരും അച്ഛനും അമ്മയും കൂടിയാണ് അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. പക്ഷേ അമ്മയ്ക്ക് ഏറ്റ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നീണ്ട നാളത്തെ 2-3 ദിവസത്തെ ഒരാഴ്ചയോളം നീണ്ട ചികിത്സ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആനി മരണപ്പെടുന്നത്. എന്നാലും ഈ സംഭവം നടന്നതിന് പിന്നാലെ അമ്പലപ്പുഴ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരുന്നു. മകനെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ അമ്മ മരിച്ച സാഹചര്യത്തിൽ കൊലപാതക കുറ്റമടക്കം ചുമത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. അത് ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ജോൺസന്റെ മാതാവ് ആനിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് നിലവിൽ ഇത്തരത്തിൽ മദ്യപിച്ചെത്തി വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും അച്ഛനെയും അമ്മയൊക്കെ മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവം സ്ഥിരമായിരുന്നു. അത് പതിവായി അവിടെ നടക്കാറുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ജോൺസനെ പൂട്ടാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. SK